യക്ഷിക്കഥകളും ബാലകഥകളും രചിച്ച ഡാനിഷ് സാഹിത്യകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ ജന്മദിനമാണ് ഏപ്രിൽ 2. ഇന്ത്യയിൽ ബാലപുസ്തകത്തിന് പറ്റിയ ദിവസമാണ് ഏപ്രിൽ 2. മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടച്ച കുട്ടികൾക്ക് കളിയോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാൻ ഈ ദിവസം അവസരമൊരുക്കുന്നു. ഒരു ദിവസം ഒരു കൊച്ചു പുസ്തകം എന്ന നിലയിൽ വായിച്ചാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 60ഓളം പുസ്തകങ്ങൾ വായിക്കുവാൻ കുട്ടികൾക്കാകും. പക്ഷേ അവർ അതിന് മെനക്കെടുമോ എന്നതാണ് പ്രശ്നം. കാരണം അവരിന്ന് ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടർ ഗെയിംസിൻ്റെയും മായിക വലയത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. വായന കുട്ടികളുടെ മാനസിക ചക്രവാളം വികസിപ്പിക്കുന്നു, ഭാവന വളർത്തുന്നു, അറിവ് വർദ്ധിപ്പിക്കുന്നു. പാഠ്യേതരമായ സാമർഥ്യവും അറിവും വായനയിലൂടെ ഉണ്ടാവേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമാണ്. ബാലസാഹിത്യം ഒരു മഹാസമുദ്രമാണ്. നാടോടിക്കഥകൾ, നാടൻ കഥകൾ, മുത്തശ്ശിക്കഥകൾ, യക്ഷിക്കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് കഥകൾ, ജാതക കഥകൾ, ഇതിഹാസ കഥകൾ, ചരിത്രകഥകൾ, അനുഭവ കഥകൾ, ഗ്രീൻ കഥകൾ എന്നിങ്ങനെ അത് പരന്നു കിടക്കുകയാണ്. ഒരുപക്ഷെ ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ബാലകഥാ സമാഹാരം ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചതന്ത്ര കഥകളായിരിക്കും.